അമ്മ മരിച്ചുവെന്ന് അറിയിക്കുകയും ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്ന് മറ്റ് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം. കേട്ടപാടെ തന്നെ ഒരു ഞെട്ടലായിരുന്നു. പിന്നീട് കരച്ചിലും. ഇതോടെ ഫോൺ വെച്ചു. പിന്നീട് തിരികെ വിളിക്കുകയോ വരികയോ ഒന്നും ചെയ്തില്ല. തിരിച്ചങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചപ്പോഴും ഫോൺ എടുക്കാനോ മറുപടി പറയാനോ ഒന്നും തന്നെ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കവിയൂർ പൊന്നമ്മ ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കവിയൂർ പൊന്നമ്മയുടെ മാതാപിതാക്കൾക്ക് 7 മക്കളാണ്. ഏറ്റവും മൂത്ത മകൾ ആയിരുന്നു പൊന്നമ്മ ചേച്ചി. അവർ ജീവിതകാലം മുഴുവനും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. സിനിമയിൽ അഭിനയിച്ച പണം വെച്ച് സഹോദരങ്ങളെല്ലാം നന്നായിട്ട് നോക്കി. എന്നാൽ മണിസ്വാമി എന്ന ക്രൂരനായ ഭർത്താവിനോടൊപ്പം ഉള്ള ജീവിതം മടുത്തപ്പോൾ അവർ ആ ബന്ധം ഉപേക്ഷിച്ചു. മകൾ ബിന്ദുവിനെ നന്നായി വളർത്തി പഠിപ്പിച്ചു. അവർ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ ഭർത്താവുമൊത്ത് സുഖമായിട്ട് ജീവിക്കുന്നു. മണിസ്വാമിയുടെ പെങ്ങളുടെ മകനെയാണ് പൊന്നമ്മ ചേച്ചിയുടെ മകളായ ബിന്ദു കല്യാണം കഴിച്ചത്. മണിസ്വാമിയുടെ വീട്ടുകാർക്ക് പൊന്നമ്മയോട് കുശുമ്പും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ജീവിക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ട അമ്മയോട് മകൾക്ക് വിരോധമായിരുന്നു. ഭർത്താവ് അവസാനം കിടപ്പിലായപ്പോൾ പൊന്നമ്മ ചേച്ചി ഭർത്താവിനെ ശുശ്രൂഷിച്ചു. ചിലർ പറയുന്നു അവരുടെ മകളാണ് പൊന്നമ്മ ചേച്ചി സുഖമില്ലാതെ കിടപ്പിലായപ്പോൾ മാസം വലിയ ഒരു തുക നൽകി ഒരു നേഴ്സിനെ ഏർപ്പാടാക്കിയിരുന്നു എന്ന്. പൊന്നമ്മ ചേച്ചി വിട പറഞ്ഞിട്ടും മകൾ ബിന്ദുവിനെ കുറിച്ചിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ചടങ്ങിലൊന്നും ഏക മകൾ എത്തിയില്ല എന്നാണ് വാർത്തകൾ പരക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ചാനലിൽ ഒരു വാർത്ത വന്നിരുന്നു. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല. എന്നാലും ആ വാർത്ത ഇവിടെ ഷെയർ ചെയ്യുന്നു. കാണാനായി ശനിയാഴ്ച നിരവധി പേരാണ് ടൗൺ ഹാളിലേക്ക് എത്തിയത്. കവിയൂർ പൊന്നമ്മയുടെ അവസാന യാത്ര താരനിബിഡമായിരുന്നുവെന്ന് പറയാം. പതിറ്റാണ്ടുകളുടെ സാന്നിധ്യമായിരുന്നു. നിരവധി സിനിമകൾ, കയ്യിൽ ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളുമായിട്ടാണ് കവിയൂർ പൊന്നമ്മ യാത്രയായത്. എന്നാൽ അവിടെ വന്ന താരങ്ങളെയല്ല പ്രേക്ഷകർ നോക്കിയത്. മറിച്ച് കവിയൂർ പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു എത്തുമോ എന്നതായിരുന്നു എല്ലാവരും അറിഞ്ഞ നോക്കി കാര്യം. ബിന്ദുവിനെ മരണം അറിയിച്ചില്ലേ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. അറിയിച്ചു. ഏകമകളായതുകൊണ്ട് തന്നെ അറിയിക്കാതിരിക്കാനാകില്ലല്ലോ. കവിയൂർ പൊന്നമ്മയുടെ മകൾ ബിന്ദുവിനെ അമ്മ മരിച്ചുവെന്ന് അറിയിക്കുകയും ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്ന് മറ്റ് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം. കേട്ടപാടെ തന്നെ ഒരു ഞെട്ടലായിരുന്നു. പിന്നീട് കരച്ചിലും. ഇതോടെ ഫോൺ വെച്ചു. പിന്നീട് തിരികെ വിളിക്കുകയോ വരികയോ ഒന്നും ചെയ്തില്ല. തിരിച്ചങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചപ്പോഴും ഫോൺ എടുക്കാനോ മറുപടി പറയാനോ ഒന്നും തയ്യാറായില്ല. പെറ്റമ്മ തന്നെയല്ലേ, വിഷമമുണ്ടാകും. തീർച്ചയായും വിഷമമുണ്ടാകും. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ആ മകൾക്ക് അമ്മ തന്നെയാണ്, ആ അമ്മയ്ക്ക് മകൾ തന്നെയാണ്. എത്രമാത്രം അകന്നു കഴിഞ്ഞുവെന്നും വിവാഹത്തോടെ ഇവർ തമ്മിൽ അധികം സംസാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും മരിച്ചു, സ്വന്തം അമ്മ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മകൾക്കും ഏതൊരു മകനും സാധിക്കില്ല, പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കില്ല. എങ്ങനെ പ്രതികരിക്കുമെന്നോ ബന്ധുക്കളൊന്നും പ്രതികരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും കുറ്റബോധങ്ങൾ പേറി ബിന്ദുവിനോ കവിയൂർ പൊന്നമ്മയെ വന്ന് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കാം എത്താത്തത് എന്നെല്ലാവരും. ഒരുപാട് കാലമായി പൊന്നമ്മ ചേച്ചിയും മകൾ ബിന്ദുവും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പണ്ട് കൈരളി TV-യുടെ JB ജംഗ്ഷൻ എന്ന പരിപാടിയിൽ പൊന്നമ്മ ചേച്ചിയും മകളും വന്ന് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ഇവരുടെ പ്രശ്നങ്ങൾ എല്ലാം പുറത്ത് വന്നതാണ്. ബിന്ദുവിൻ്റെ പരാതി എന്താണെന്നാൽ അമ്മ തന്നെ നേരെ നോക്കിയിട്ടില്ല, ചെറുപ്പകാലം ഒന്നും തൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. സ്വന്തം മകളിൽ നിന്നും അമ്മയ്ക്ക് ഇത് കേൾക്കേണ്ടി വരുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. പൊന്നമ്മ ചേച്ചിക്ക് സിനിമ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏക വരുമാന മാർഗമായിരുന്നു. ഇതിനിടയിൽ അവർക്ക് സ്വന്തം മകളുടെ കൂടെ സമയം ചിലവാക്കാനോ മോളെ നല്ലതുപോലെ നോക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ചെറുപ്പത്തിൽ അമ്മയിൽ നിന്നും സ്നേഹവും വിചരണവും ഒന്നും മകൾക്ക് നേരെ ചൊവ്വേ ലഭിക്കാത്തതിനാൽ സ്വാഭാവികമായിട്ടും ബിന്ദു അമ്മയിൽ നിന്നും അകന്നു. ആ അകൽച്ച തുടർന്ന് വളരെ വലുതായിട്ട് തന്നെ മാറുകയും ചെയ്തു. ഇതിപ്പോൾ നമ്മൾക്ക് രണ്ടുപേരെയും കുറ്റം പറയാനായിട്ട് കഴിയില്ല. പൊന്നമ്മ ചേച്ചിയുടെ ജോലി തന്നെ അഭിനയമാണ്. വരുമാനം കിട്ടണമെങ്കിൽ അഭിനയിക്കാൻ പോകണം. പലപ്പോഴും അതുകൊണ്ട് മകളെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. കുഞ്ഞായ മകൾക്ക് സ്വാഭാവികമായിട്ടും ഇതൊന്നും മനസ്സിലാക്കാനുള്ള പക്വതയോ പ്രായമോ ഒന്നും ഇല്ലായിരുന്നു.
അമ്മയുടെ സാമീപ്യവും ലാളനയും വാത്സല്യവും ഒക്കെ അവൾക്ക് നഷ്ടമായി. അവൾ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അമ്മയിൽ നിന്നും അകലുകയും ചെയ്തു. ഇതിനിടയിൽ വന്ന ഒരു വീഡിയോ കണ്ട പലരും ഇത് പൊന്നമ്മ ചേച്ചിയുടെ മകളാണോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതും പൊന്നമ്മ ചേച്ചിയുടെ അനിയത്തിയുടെ മകൾ ശ്രീനിധിയായിരുന്നു. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. നിന്ന് മകളെത്തി എന്നും പറഞ്ഞുകൊണ്ട് ഓൺലൈൻ മീഡിയക്കാർ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ കണ്ട പലരും ഇത് പൊന്നമ്മയുടെ അമേരിക്കയിലെ മകളായ ബിന്ദു അല്ല എന്നും പൊന്നമ്മയുടെ അനിയത്തിയുടെ മകളായിട്ടുള്ള ശ്രീനിധി ആണെന്നും തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ കാണുമ്പോഴേക്കും ഒരു കാര്യം മനസ്സിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ആരോടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റിയ പ്രശ്നങ്ങളായിട്ട് ആണെങ്കിൽ തീർക്കുവാനായിട്ട് ശ്രമിക്കുക. മാതാപിതാക്കളായാലും ശരി, മക്കളോ സഹോദരങ്ങളോ ഭർത്താവോ ഇവരൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കാതെ പരിഹരിക്കുവാൻ ശ്രമിക്കുക. നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്ത് താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അത് തീർക്കുവാൻ ശ്രമിക്കുക. പക്ഷേ പലരും ഇതൊക്കെ തന്നെ ശ്രമിച്ചു തന്നെയാണ് കൈവിട്ട രീതിയിലോട്ടൊക്കെ ഓരോ സംഭവങ്ങൾ പോകുമ്പോഴേക്കും വേറെ നിവൃത്തിയില്ലാതെ പ്രശ്നങ്ങൾ വഷളാവുകയും വലിയ വലിയ അകൽച്ചയിലോട്ടും മാനസികമായിട്ടുള്ള പിരിമുറുക്കവും വളരെയധികം വിഷമങ്ങളും ഉണ്ടാകുന്ന സ്ഥിതികളും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാകുന്നത് അവരാരും ശ്രമിക്കാഞ്ഞിട്ടല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. ജീവിതം പലവർക്കും പല രീതിയിൽ മുമ്പോട്ട് പോകുന്നപ്പോൾ ജീവിതത്തിനിടയിൽ ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും ഇല്ലാതെ മനസ്സിന് വിഷമം തോന്നുകയാണെങ്കിലും നടക്കുന്നു. അതിന് എല്ലാവരും തമ്മിൽ പഴി ചാരിയിട്ടോ അതിൽ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. ഇവിടെ തന്നെ മകളുടെ ഭാഗത്തും ന്യായമുണ്ട്, പൊന്നമ്മ ചേച്ചിയുടെ ഭാഗത്തും ന്യായമുണ്ട്. അപ്പോൾ ഇത് രണ്ട് പക്ഷക്കാരുടെയും ഭാഗത്ത് ന്യായമുള്ളപ്പോൾ അത് നോക്കി നിൽക്കുന്നവർക്ക് ഒന്നും അതിൽ പറയുവാനായിട്ട് സാധിക്കുന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു കാലത്ത് മലയാള സിനിമയിൽ ജ്വലിച്ചു നിന്നിരുന്ന ഒരു അഭിനേത്രിയായിരുന്നു പൊന്നമ്മ ചേച്ചി. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ അവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ ഈ ലോകത്തോടും നമ്മളോട് എല്ലാവരോടും വിട പറഞ്ഞ് പോയപ്പോഴും മകൾ വന്നില്ല. പക്ഷേ സിനിമാ ലോകത്ത് നിന്നും അവർക്ക് ലഭിച്ച മക്കളും സ്വന്തക്കാരും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴേക്കും ഇതിൻ്റെ പ്രസക്തി ഓർത്തിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് തോന്നി. കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും നമ്മുടെ ചുറ്റിലും കാണുന്ന ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോഴേക്കും അതിൻ്റെ പ്രസക്തി ഓർത്തിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. എന്തായാലും ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട വേറെ ഒരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.